അങ്ങനെ കൊച്ചിനെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞാനും ജസ്റ്റിൻ രാവിലെ പള്ളിയിൽ പോയി. നമ്മുടെ സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ അബുദാബി, അതാണ് നമ്മൾ പോകുന്ന പള്ളി. അബുദാബിയിലെ വളരെ പഴക്കം ചെന്നൊരു പള്ളിയാണ്. തൊട്ടിപ്പുറത്ത് സെൻറ്റ് തെരേസാസ് ചർച്ചുണ്ട്, പുതുതായിട്ട് പണിത പള്ളി. രണ്ടും വലിയ പള്ളിയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് ഒരു കത്തീഡ്രൽ പള്ളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു ഇടവകയാണ്. കുറേ അച്ഛന്മാരും കുറേ സിസ്റ്റർമാരും ബിഷപ്പും ഒക്കെ ഉള്ള, ബിഷപ്പ് ഹൗസും ഒക്കെ ഉള്ള വലിയ പള്ളിയാണ്. ഇത് ഈ പുറത്തുനിന്നുള്ളവർക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ, അബുദാബി ഉള്ളവരെല്ലാം കേട്ടിട്ടുള്ളതാണ്. ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ 10-15 ഭാഷ കുർബാന നടക്കുന്ന ഒരു വലിയ ഇടവക. സിസ്റ്റർമാരെ കാണാം. നാട്ടിലെ പള്ളിയിലൊക്കെ പോകുന്ന അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ ഉള്ളൊരു പള്ളി. അവിടെയാണ് നമ്മളും കുർബാനയൊക്കെ കൂടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ, എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ, ചാനലിൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ. അപ്പോൾ വീഡിയോ കാണുന്നത് മാത്രം പോരാ, വീഡിയോ കണ്ടില്ലേലും കുഴപ്പമില്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ കേട്ടോ. കണ്ടില്ലേലും പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്താലും മതി, വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ പിന്നെ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയേ. പള്ളിയിൽ പോയത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റിയുടെ മമ്മിയുടെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. മമ്മി മരിച്ചിട്ട് 1 വർഷമായിരുന്നേ. അപ്പം നമ്മൾ കുർബാനയ്ക്കൊക്കെ പോയതാണ്. പോരുന്ന വഴിക്ക് നല്ല ഫോഗ്, ഇന്നലെ നല്ല ഫോഗി ക്ലൈമറ്റ് ആയിരുന്നല്ലേ, പക്ഷേ ഇന്ന് അത്രയില്ല കേട്ടോ. നല്ല രസം, അതും നല്ല ഹരിതാപവും പച്ചപ്പും കൂടെ ഒക്കെ ആയപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നല്ല മെലഡി സോങ്സൊക്കെ കേട്ട് ഒരു നല്ല ചൂട് കോഫിയൊക്കെ കുടിച്ച് വണ്ടി ഡ്രൈവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അത്രയും നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ ഞാൻ ഓർത്ത് വീഡിയോ ആയിട്ട് പിടിച്ചേക്കാമെന്ന്, നിങ്ങളെയും കൂടെ കാണിച്ചേക്കാമെന്ന്. അബുദാബിയൊക്കെ കണ്ട് നമുക്ക് ചോദിച്ച് പോകുന്നുണ്ടോ. നമ്മളെപ്പോലുള്ള മടിയന്മാർ വണ്ടിയെ പോകും. ഞങ്ങളുടെ ജസ്റ്റി മോനെ കണ്ടോ, മുഖത്തും അത്ര പ്രസന്നമല്ല. ഇമോഷൻസ് ഫീലിങ്സൊക്കെ മുഖത്ത് വരുന്നുണ്ട്. പോട്ടല്ലേ, ഇന്നത്തെ ദിവസമല്ലേ, നമുക്ക് ജസ്റ്റിയെ വെറുതെ വിട്ടേക്കാം, പാവമല്ലേ. പോകുന്ന വഴിക്ക് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. ഇനി ഹോസ്പിറ്റൽ നിങ്ങളെ കാണിച്ചില്ലെന്ന് വേണ്ട, ഞാൻ ഹോസ്പിറ്റലിലോട്ട് കയറില്ല, കാരണം എനിക്ക് ജോലിയില്ല. എന്നാലും ഹോസ്പിറ്റൽ കണ്ടപ്പം എനിക്ക് എടുക്കാൻ തോന്നി. ഈ പ്രകൃതി രമണീയമായ സൗധത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇതാണ് സെഹയുടെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ, UAE വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, അതാണ് സത്യം. ഓക്കെ, ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും പലതും തള്ളലാന്ന്. പക്ഷേ തള്ളലല്ല കേട്ടോ, ഉള്ളതാണ്. ചില സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമ്പോൾ ആൾക്കാർക്ക് അത് തള്ളലായിട്ട് തോന്നും അല്ലേ. എന്ത് കഷ്ടമാണെന്ന് നോക്കി. അങ്ങനെ പള്ളിയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത്, ഈ വഴിക്കൊന്നും അല്ലല്ലോ ലിറ്റി നിങ്ങളുടെ വീട്, നിങ്ങളിത് എവിടാ പോകുന്നതെന്ന് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർ പറയും. ഞങ്ങൾ സത്യം പറഞ്ഞൊരു കാപ്പി കുടിക്കാൻ പോയതാണ്. എന്നാണ് രാവിലെ ഇറങ്ങിയതല്ലേ, വീട്ടിൽ ഓടിച്ചെന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെന്നേ. അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല രസം വഴിയൊക്കെ കാണാനായിട്ട്. ഇതിപ്പോൾ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള ട്രാക്കാണ്. സൈക്കിൾ ട്രാക്കിൻ്റെ 2 സൈഡിൽ കൂടെയും നല്ല രസത്തിൽ ചെടി നട്ടു വെക്കുന്നത് അല്ലേ. ആ ചെടിയൊക്കെ ഇങ്ങനെ പുഷ്പിച്ച് പൂത്തുലഞ്ഞ് നിൽക്കുന്ന കണ്ടപ്പം എന്നിലെ കൃഷിക്കാരി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. 2 ചെടിയുടെ വിത്ത് പറിക്കാൻ ഇറങ്ങിയതൊന്നുമല്ല. ഇങ്ങനെ പബ്ലിക്കായിട്ടൊന്നും ഇവിടെ നിന്ന് ചെടിയുടെ വിത്ത് പറിച്ചുകൊണ്ട് പോകാനും പറ്റത്തില്ല. പക്ഷേ കുറച്ച് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. രസമല്ലേ, നിങ്ങളെയും കാണിക്കാമല്ലോ. അത് കണ്ടപ്പോൾ എനിക്ക് അതിനകത്തൂടെ നടക്കാൻ തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നിൽ പെട്ടെന്ന് എന്താ പറയേണ്ടത്, പെട്ടെന്ന് എക്സസൈസൊക്കെ ചെയ്യണമെന്ന് ബോധമുള്ള ഒരു പൗര ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാം. ഇത് കാണുമ്പോൾ ഉള്ള ആ ഒരു ചാട്ടവും ഉള്ളൂ. പക്ഷേ നല്ല രസം. അതും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, രാവിലെ നല്ല ഫോഗി ക്ലൈമറ്റിൽ നോക്കി ബാക്ക്ഗ്രൗണ്ടിൽ ഹോസ്പിറ്റലൊക്കെ കാണാം സെഹയുടെ. നല്ല സൂപ്പറായിട്ട് ഞാൻ 1-2 ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് അപ്പുറത്ത് എവിടെയോ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റൂട്ടിലാണ് ഞങ്ങൾ കോഫി കുടിക്കാൻ പോകുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെയുള്ള അഡ്നോക്കില്ലേ, അവിടുത്തെ ടീ ബ്രേക്കിൽ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ പക്ഷേ നമ്മൾ നേരെ ടീ ബ്രേക്ക് കയറുന്നതിന് മുമ്പ് തൊട്ടപ്പുറത്തുള്ള അഡ്നോക്കിൻ്റെ കോഫി ഷോപ്പിൽ കയറി. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു ടീ ഭ്രാന്തി അല്ലാത്തത് കൊണ്ടും ടീ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ടും, പക്ഷേ ഞാനൊരു കോഫി ഭ്രാന്തി ആയതുകൊണ്ടും കോഫി എനിക്ക് ഭയങ്കര ഭ്രാന്തായതുകൊണ്ടും ഞങ്ങൾ അടുത്തുള്ള അഡ്നോക്കിൽ കയറി. അവിടെ ആകുമ്പം കോഫി കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇടുമ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്ത് നമുക്ക് അവിടെ കയറി ആദ്യം കോഫി വാങ്ങിച്ചിട്ട് നമുക്ക് ഇപ്പുറത്ത് കയറി ചായ വാങ്ങിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. കാരണം കുടുംബ സമാധാനമാണല്ലോ ഏറ്റവും വലുതെന്ന് ജസ്റ്റ് ചിന്തിച്ച് കാണും. ചായ വാങ്ങിക്കാൻ പോയി ആദ്യം കുത്തിയിരുന്ന് ഞാൻ കിടന്ന് അവിടെ ബഹളം വെക്കും, അലമ്പുണ്ടാക്കും, പിരിപിരിപ്പ് കാണിക്കും. ഇതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നെ കൊണ്ട് പോയി ഒരു കോഫി വാങ്ങിച്ചു തന്നാൽ ഞാൻ ഫ്ലാറ്റ്. അങ്ങനെ കയറിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് അവിടെ കുറേ ഡ്രിങ്ക്സൊക്കെ ഇരിപ്പുണ്ടേ. എനിക്കറിയത്തില്ല, റെഡ് ബുള്ള് കണ്ടപ്പോൾ ചുമ്മാ എടുക്കാൻ തോന്നി. കുടിച്ചൊന്നുമല്ല, ചുമ്മാ ഷോ കാണിച്ചതേ ഉള്ളൂ. അവിടെ തിരിച്ചു വെച്ചു. ജസ്റ്റ് ഒരു റെഡ് ബുള്ള് വാങ്ങിച്ചാലോ എന്ന് ഞാൻ ചുമ്മാ ചോദിച്ചു. എന്തിനെന്ന് ജസ്റ്റ് ചോദിച്ചു, തിരിച്ചു വെച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കണമെന്നൊരാഗ്രഹം. അതെന്താണെന്നറിയില്ലല്ലോ, ഈ പെണ്ണുങ്ങളെയും കൊണ്ടൊക്കെ ഉണ്ടല്ലോ ഓരോ ഷോപ്പിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ തോന്നും. വീട്ടിലോട്ട് 5 മിനിറ്റ് പോലും ഇല്ല. ഇത് കഴിയുമ്പോൾ നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നതും. എന്നാലും വെള്ളം കാണിക്കാൻ എടുത്ത ആ മനസ്സ് നിങ്ങൾ കാണാൻ പോയത്. അതുകൊണ്ടൊന്നും അല്ലെന്നേ, നമ്മളിതൊക്കെ വാങ്ങിച്ചാലല്ലേ ഇത് ഈ വെള്ള കമ്പനിയൊക്കെ ഗതി പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് വാങ്ങിച്ചോ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വെള്ളവും കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ എന്താ പറയുന്നത് ടീ ബ്രേക്കിൽ കയറി. അവിടെ നിന്ന് ജസ്റ്റിക്ക് ചായ വാങ്ങിക്കാൻ. അവിടെ നല്ല സാഫ്രോൺ
ചായ കിട്ടും അത്രേ. ജസ്റ്റിക്ക് അവരുടെ സാഫ്രോൺ ടീ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൂടെ ചായ കടി മാത്രമല്ല കുടി മാത്രമല്ല കടിയും എടുക്കാമല്ലോ. അങ്ങനെ ചായ ആദ്യമേ വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചിയേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് കണ്ടോ, ചിയേഴ്സ്, ചായയും കാപ്പിയും വെച്ചിട്ട് ചിയേഴ്സ് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ഞങ്ങളായിരിക്കും. അങ്ങനെ കാരണം ഞങ്ങൾ നല്ല കുട്ടികളാണ്, വേറെ നിങ്ങൾ കുടിക്കാറില്ല. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് കടിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. നമ്മുടെ ഫ്ലാറ്റിനോട് വന്നപ്പോൾ മഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുക, മഞ്ഞിൻ്റെ കട്ടി നല്ല രസം. അപ്പോൾ എനിക്ക് ആ മഞ്ഞത്ത് നിന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ വീഡിയോ എടുത്തിരുന്നപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് ക്ലീൻ ആക്കുന്ന ചേട്ടൻ ചൂലല്ലെങ്കിലും ക്ലീൻ ആക്കുന്ന സാധനവും വെച്ചുകൊണ്ട് നിൽക്കുന്നു. നമ്മളൊരിടത്തോട്ട് പോകുമ്പോൾ ചൂല് കണി കാണുന്ന അഴുക്കാന്ന് എൻ്റെ വല്യമ്മച്ച് പഠിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ കണ്ണടച്ച ഫ്ലാറ്റിൽ കയറി കേട്ടോ. അങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ കുറ്റാക്കുറ്റി ഇരട്ടെന്ന് പറഞ്ഞ പോലെ ഒരു കുന്തം കാണത്തില്ലേ, സീറോ വിസിബിലിറ്റി എന്ന് പറയത്തില്ലേ, സീറോ വിസിബിലിറ്റി എന്ന് പറയുന്ന പോലെ ആ സാധനമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വായി നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ജേഡു സ്കൂളിൽ നിന്ന് വന്നു. അവനോട് കുറേ വർത്താനമൊക്കെ പറഞ്ഞു നിന്ന് വൈകുന്നേരം അപ്പോൾ കൊച്ചിനോട് ചോദിച്ചു, അമ്മ നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന്. ജസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നപ്പോഴത്തേന് എനിക്ക് തോന്നി ജസ്റ്റിയുടെ മൂഡ് അപ്പോഴും സെറ്റായിട്ടില്ല, ജസ്റ്റിയെ കൊണ്ടൊന്ന് കറങ്ങാനൊക്കെ പോകാമെന്ന്. അപ്പോൾ ജേഡുവിൻ്റെ ട്യൂഷൻ ഉണ്ടായിരുന്നു, അറബിക് ട്യൂഷൻ ഓൺലൈനിലുള്ളതാണ്. അങ്ങനെ ഞാൻ നേരെ പിങ്കുവിനെ ഫോൺ വിളിച്ചു. പിങ്കുവിനോട് പറഞ്ഞു, പിങ്കു ഒരു റീസണുമില്ല, വെറുതെ ഇന്ന് ഞങ്ങൾക്ക് ഒരു ഓഫ് തരുമെന്ന് ചോദിച്ചപ്പോൾ അത് പാവമായതുകൊണ്ട് പിങ്കു സമ്മതിച്ചു. പിങ്കു സമ്മതിച്ചില്ലായിരുന്നേ ഇന്നത്തെ വൈകുന്നേരത്തെ പോക്ക് കട്ടപ്പോക. പക്ഷേ പിങ്കു സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ജസ്റ്റിയും കൂട്ടിക്കൊണ്ട് നമ്മളുടെ സ്വന്തം ഷോപ്പിംഗ് മോളിൽ പോയി. ഏതാണ് മോൾ, കമൻ്റ് ഇടൂ, ഞാൻ പറയത്തില്ല, നിങ്ങൾ പറയണം. അവിടെ പോയി ജെഡുവിൻ്റെ കണ്ണൊക്കെ നോക്കി. ജെഡുവിനെ നല്ല ഉറക്കക്ഷീണമൊക്കെ വരുന്നുണ്ടോയെന്നാന്ന് അറിയത്തില്ല, കണ്ണേ നല്ല ചുമന്ന് തുടിത്തിരിക്കുന്നു. ഏതൊരു സിനിമയ്ക്കകത്ത് സായികുമാറിൻ്റെ കണ്ണ് എനിക്ക് ഓർമ്മ വന്നു. ദിലീപിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, മുതുകത്തൊരു കുന ഒരു ഇതൊക്കെ ഉള്ള ഒരു ഉണ്ടയൊക്കെ ഉള്ള ആ പടത്തിലെ പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എന്ത് ചെയ്തു, നമ്മൾ അൽവാദ മോളിൽ, ഞാൻ പറഞ്ഞല്ലേ ഷോപ്പിൻ്റെ പേര്, പോട്ടെ, അബദ്ധത്തിൽ വിളിച്ചും പറയുകയും ചെയ്തു. ആ സ്ഥാപനത്തിൽ ചെന്നു. അങ്ങനെ അവിടെ ചെന്നു. അങ്ങനെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ വേറെ ഒരു കടയിലും കയറാതെ ഞങ്ങൾ നേരെ പോകുന്നത് ജസ്റ്റിയുടെ തലമുടി വെട്ടിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ ഒരു ടോയ് ഷോപ്പ് കണ്ടു. ജേഡു ചാടി കയറി. ഇപ്പോഴും എന്താ പറയുക, പൂച്ചയ്ക്ക് ഉണക്കമീൻ കാണുന്ന പോലെയാണ്. ഇത്രയും മുട്ടക്കാടനായിട്ട് വളർന്നാലും ജേഡു ടോയ് കാണുമ്പോൾ ചാടി കയറും. പിള്ളേരല്ലേ പോട്ട്. അങ്ങനെ അവസാനം നമ്മൾ തലമുടി വെട്ടിക്കാനായിട്ട് ജസ്റ്റ് സ്ഥിരം പോകുന്ന ഷോപ്പ് ഇതാ കേട്ടോ, മാൻ ഓഫ് കേവ്. അവിടാണ് നമ്മുടെ ജസ്റ്റ് മോൻ തലമുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ നന്നായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണമായിരുന്നു പോകാൻ. അങ്ങനെ അപ്പോയിൻമെൻറ്റ് ജസ്റ്റിയുടെ ടേണൊക്കെ ആയി. ജസ്റ്റ് തല വെട്ടാൻ വേണ്ടിയിട്ട് തലമുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇരുന്ന് കൊടുത്തു. അപ്പോൾ അവർ ജേഡുവിനോട് പറഞ്ഞു അവിടെ കളിച്ചോളൂന്ന്. ജേഡു സ്ഥിരം പോകുമ്പോൾ അടുത്ത മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയാണ് ഈ സാധനം. ജേഡുവിനെ പേടിച്ചത് അതൊന്നും ആ വടിയെടുത്ത് ഒരു ഭാഗത്ത് വെച്ചെന്ന് തോന്നുന്നു. പിന്നെ അവർക്ക് വലിയ ആവശ്യം ഉണ്ടായിരുന്നു, കളിച്ചോളാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ പന്ത് ബോൾ അതുവഴി എല്ലാം ഉരുട്ടി പെറുക്കിയിട്ട് അവിടെ എല്ലാം അവസാനം ഞാൻ അവിടുത്തെ ഗ്ലാസ് വരെ തല്ലി പൊട്ടിക്കുമെന്ന് അവർ മനസ്സിൽ വിചാരിച്ച് കാണും. വെറുതെ ഇരുന്ന കൊച്ചിനോട് എന്തിൻ്റെ കേടായിരുന്നു ഞങ്ങൾക്ക് കളിക്കാൻ പറയാമെന്ന്. ഞാൻ വിചാരിച്ച കൊച്ചിൻ്റെ കളി കണ്ടിട്ട് അവർ ജസ്റ്റിക്ക് വല്ല ഡിസ്കൗണ്ടും കൊടുക്കുന്നു തലമുടി വെട്ടുന്നതിൽ. അവർ നല്ല ഫാസ്റ്റായിട്ട് വെട്ടി. കാരണം ഞങ്ങളെ പെട്ടെന്ന് പറഞ്ഞു വിട്ടാലല്ലേ ജസ്റ്റ് ഇറക്കി വിട്ടിട്ട് കൊച്ചിനെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ഫോൺ എടുത്ത് വീഡിയോ പിടിച്ച് വായി നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു തള്ള. കൊച്ചാണെങ്കിൽ അവിടെ മൊത്തം ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു കൊച്ച്. അപ്പോൾ ആൾക്കാർ വിചാരിച്ചാണ് ഇതുപോലെ ഭ്രാന്ത് പിടിച്ചൊരു കൊച്ചിനെ തള്ളയും കൊണ്ട് മുടി വെട്ടാൻ വന്ന് ഈ ചെറുക്കൻ എന്ത് വട്ടാന്നല്ലേ. ചിലപ്പോൾ അവിടെ അടുത്ത പ്രാവശ്യം തൊട്ട് നോട്ടീസ് എഴുതി വെക്കും, മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അലോചികത്തിലെന്ന്, ഞങ്ങളെ കണ്ടു പേടിച്ചിട്ട്. അങ്ങനെ ജസ്റ്റ് മുടിയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. നോക്കിയാൽ നല്ല സുന്ദരനായില്ലേ, നല്ല ചുന്ദരമണിയായില്ലേ. മുടി വെട്ടിയപ്പോൾ തന്നെ ജസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോയാലും എനിക്ക് തോന്നി കേട്ടോ. നമ്മളെന്താ പറയുന്നത്, നമ്മളിങ്ങനെ മൂഡ് ഓഫ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെട്ടിക്കളയണം. അപ്പം നമ്മൾ നല്ല മൂഡ് ഓണാകും. അങ്ങനെ ജസ്റ്റിയുടെ മൂഡൊക്കെ ഓണായി കഴിഞ്ഞ് പിന്നെ ഞാൻ ജസ്റ്റിയുടെ വന്നു. ജസ്റ്റ് എല്ലാം കഴിഞ്ഞു, ജസ്റ്റിയുടെ മുടിയും വെട്ടി. ഇനി അടുത്തത് എന്ത് വേണം, ജസ്റ്റിനോട് ചോദിച്ചു എൻ്റെ കിഡ്നി വേണോ. ഞാൻ പറഞ്ഞു കിഡ്നി വേണ്ട ജസ്റ്റി. അതിന് മുമ്പ് എനിക്ക് എവിടെ പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ജസ്റ്റിക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി, കോഫി കുടിക്കാൻ പോകണം. അങ്ങനെ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞു വാ നമുക്ക് കോഫി കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞേ. പിന്നെ ഞങ്ങളിങ്ങനെ കോഫി ഷോപ്പ് പരതി നടന്നു. അൽവാദ മോളിൽ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ എല്ലാ കോഫി ഷോപ്പും അടുത്തടുത്ത ടിം ഹോട്ടൻസും സ്റ്റാർബക്സും കോസ്റ്റയൊക്കെ അതുപോലെ അടുത്ത് വരുന്ന വേറൊരു ഷോപ്പിംഗ് മോൾ ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ എല്ലാം അടുത്തടുത്ത് വരും. അങ്ങനെ നമ്മൾ നേരെ ടിം ഹോട്ടൻസിലല്ല പോയേ, എവിടെ പോയ സ്റ്റാർബക്സിൽ, മറന്നുപോയി. സ്റ്റാർബക്സിൽ കയറി ഞാൻ പറഞ്ഞ പോലെ കന്യകയുടെ കാപ്പി, കാരണം കൊച്ചിന് മനസ്സിലായിരിക്കാൻ വേണ്ടി പറയുന്നതായിരുന്നു. ഒരു കോഫി എന്താ പറയുക സിപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് മണത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസം വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ കോഫിയൊക്കെ, ഞാൻ മാത്രം കോഫി, അവർ കോഫിയുടെ ആൾക്കാരൊന്നുമല്ല. കൊച്ച് ഒബിയസ്ലി കോഫിയുടെ ആളെയല്ല. എന്തൊക്കെയോ അവനെന്തോ ഫ്രാപ്പുച്ചീനോയോ ജസ്റ്റിക്ക് ഡബിൾ ക്യാരാമലോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ചില്ലായിട്ടിരുന്നേ. അങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ ജഡുവിൻ്റെ ക്യാമറ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ജഡു നീ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ചുമ്മാ ഇരിക്കുന്ന പോലെ ആക്ട് ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മൊത്തത്തോടെ ഒരു ഇളക്കം ഫീൽ ചെയ്യുന്നത്. ക്യാമറാമാൻ ഇളക്കം പിടിച്ചവൻ ആയതുകൊണ്ടാണ്, അല്ലാതെ ഭൂമി കുലുങ്ങുന്നൊന്നുമല്ല. കാരണം അവൻ്റെ
അവൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അടങ്ങിയിരിക്കില്ലാത്തതുകൊണ്ട് ക്യാമറ കടന്ന് ഇങ്ങനെ അങ്ങ് ഷേക്ക് ചെയ്യും. അത് കാണുമ്പോൾ നമുക്ക് തോന്നും കംപ്ലീറ്റ് ഭൂമി കുലുങ്ങുവാണല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഒന്നും ചെയ്തില്ല, ഷോപ്പിങ്ങിനൊന്നും പോയില്ലെന്നേ. ജസ്റ്റ് മുടി വെട്ടി കോഫി ഷോപ്പിൽ കയറി കോഫി സിപ്പ് ചെയ്തു നേരെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പോയേച്ചും വരാം.